ബാക്ക്. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്നേക്ക് നോമ്പ് 20 ആയാലേ. എത്ര പേരല്ലേ നോമ്പെല്ലാം കഴിഞ്ഞു പോയിന്. അപ്പം നമ്മൾ ഇന്ന് എന്തുണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ പോളയാണ്. ചിക്കൻ പോളയും മോമോസുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ പോലത്തെ മോമോസ് അല്ല, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് മോമോസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചിക്കൻ പൊരിക്കാമെന്ന്, ചിക്കൻ 2 ട്രിപ്പായിട്ട് പൊരിക്കാമെന്ന്. എന്താ വെച്ചെങ്കിൽ ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്നുണ്ട്. പക്ക ഫ്രൈഡ് റൈസ് അല്ല, അതായത് നമ്മൾ മിനിഞ്ഞാന്ന് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറേ ചോറും അവിടെ ബാക്കിയുണ്ടായി. ആവശ്യത്തിന് മാത്രമേ മസാലയിൽ ഇട്ടിട്ട് ബാക്കി അങ്ങനെ ബാലൻസ് കിടക്കുന്നുണ്ടായി. അപ്പോൾ ആ ചോറ് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് എന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മാഷാ അല്ലാഹ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കന് ഇതാ കോരി എടുത്ത് മാറ്റി വെച്ച്, ഇത് ചിക്കൻ പോളക്കും മോമോസിനും വേണ്ടിയിട്ടാണ് ചിക്കൻ. അപ്പോൾ അടുത്ത ചിക്കൻ ഇടുന്നത്, അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇതിടെ പൊരിക്കാനിടാണ്. അപ്പത്തിൻ്റെ ചിക്കൻ പോളയുടെ ചിക്കൻ അവിടെ പൊരിച്ച് വെച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ചിക്കനും ഇട്ടതിന് ശേഷം കുറച്ച് ആയതിനു ശേഷം ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കണം, ഓവർ മൊരിയണ്ട. അപ്പോൾ നമ്മൾ പോളക്ക് വേണ്ടി 2 മുട്ട ജാറിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഇച്ചിരി ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പോള ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. മൈദപ്പൊടിയിലാണ് ഏറ്റവും ടേസ്റ്റ്, എന്നാൽ ആട്ടപ്പൊടിയിൽ കുഴപ്പമില്ല. അങ്ങനെ നല്ല പാങ്ങിൽ അരച്ചെടുക്കുക, നല്ല ഒരു ഇത് വരണം, നല്ല സ്മൂത്തിൽ അടിച്ചെടുത്തിട്ട് അത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പോളക്ക് വേണ്ടി മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ഉള്ളി എടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം മസാല ഉണ്ടാക്കാൻ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ അറിയണ്ടല്ലോ. അങ്ങനെ പിന്നെ മസാലയിലേക്ക് എല്ലാ പൊടിയും ഇട്ട് കൊടുക്കുക. ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, അങ്ങനെ എല്ലാ മസാലയും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. മസാല ഇങ്ങനെ ആ ഉള്ളി എല്ലാം നല്ലോണം മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചീകിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. നല്ല രീതിയിൽ ഇട്ട് കൊടുത്ത് അതും നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. എന്നുവെച്ചെങ്കിൽ മസാലയെല്ലാം ഇങ്ങനെ ആ ചിക്കനിൽ പിടിക്കണ്ടേ, ആ രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നമുക്കിപ്പോൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ തീമ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല മീത്തിങ്ങനെ ബേറി കൊടുക്കുക. കുറച്ചായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ബേറി കൊടുത്തിട്ടായിട്ട് പിന്നെ ഒരു തവണയും കൂടി നേരത്തെ ബാക്കി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം, മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് പിന്നെ വേണമെങ്കിൽ മസാല ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മതി. അപ്പോൾ നമ്മൾ കുറച്ച് മസാല ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. നല്ല അടിപൊളി എന്താ പറയല് പോളയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പോളയായിരുന്നു. അപ്പോൾ പിന്നെ അത് ആടായി, പിന്നെ അത് നമ്മൾ അവിടെ അടച്ച് വെച്ച്, പിന്നെ നമ്മൾ മോമോസിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടി ഉള്ളി മുറിക്കാന്ന്. അപ്പോൾ നമ്മളിതിടെ പോള റെഡിയായി വന്നിട്ടുണ്ട്, അടിപൊളിയിൽ വന്നിട്ടുണ്ട് മാഷാ അല്ലാഹ്. അങ്ങനെ വേറെ പാനിലേക്ക് മറിച്ചിടാന്ന്. പിന്നെ എല്ലാവരും നോമ്പ് എങ്ങനെയാണ് പോകുന്നത്, എന്തെല്ലാം നോമ്പ് മുറിക്കാൻ ഉണ്ടാക്കലെന്നെല്ലാം ഒന്ന് എല്ലാവരും കമൻ്റായി എല്ലാവരും അറിയിക്ക്. നമ്മൾ നോമ്പ് മുറിക്കാൻ ഇങ്ങനെയല്ലാന്ന് ചെയ്യൽ. എല്ലാ ദിവസവും അപ്പം കുറേ തരം അപ്പം ഉണ്ടാവണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല, അങ്ങനെയെല്ലാമാണ്. അപ്പം ഇതിപ്പം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഉള്ളി വാട്ടാന്ന്. ക്യാപ്സിക്കോ ഉള്ളി എല്ലാം ഇട്ട് ഇത് നമ്മൾ കായ്പോള കേട്ടോ, അല്ല കായ്പോളയെന്ന് ചിക്കൻ പോള ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളിതാ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള മസാലയും ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ് കാണിക്കുന്നില്ല വലിങ്ങനെ, എന്താ വെച്ചെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ ഇത് പക്കാ ഫ്രൈഡ് റൈസ് അല്ല, ഇതൊരു വേറെ തന്നെയാണ് ഫ്രൈഡ് റൈസ്. ആ ചോറ് ബാലൻസ് ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മാഷാ അല്ലാഹ് നല്ല അടിപൊളി ആയിന് കേട്ടോ, നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിന്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിന്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം, ഒന്നും പണിയില്ല. മസാല എല്ലാം ആക്കിയിട്ട് അതിലേക്ക് ചിക്കന് പൊരിച്ചതിട്ട് കൊടുക്കുക, മുട്ട അതിൽ തന്നെ പൊട്ടിച്ചിടുക, എല്ലാ സോസും ഇട്ട് കൊടുത്ത്
മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ആടുന്ന് കുറേ കഴിയുമ്പോൾ നമ്മൾ ചോറ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ റെഡിയായി. സിമ്പിളാണ്, ഉണ്ടാക്കാൻ പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസ്. ഇത് ഞാനിട്ട പേരാണ് ഫ്രൈഡ് റൈസ്. പക്ഷെ കണ്ടാലും ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. ഫ്രൈഡ് റൈസിന് മറ്റു ചില വേറെന്തെല്ലോ ചേർക്കുന്നല്ല, അതൊന്നും നമ്മയിൽ ചേർക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതിവിടെ ഫ്രൈഡ് റൈസും റെഡിയായി. പിന്നെ മോമോസിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോൺ അപ്പോഴേക്കും ഓഫായിപ്പോയി, സ്വിച്ച് ഓഫായി. പിന്നെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചാർജെല്ലാം കയറി വരുമ്പോഴേക്ക് നോമ്പ് മുറിക്കാനായതാന്നിട്ട് നമ്മൾ മോമോസ് ഗോതമ്പ് മോമോസാണ്. അതുപോലെ ചിക്കൻ പോളയും പിന്നെ ഉറുമാമ്പഴം ജ്യൂസാണ് കേട്ടോ ഇന്നുണ്ടായത്. പിന്നെ ബത്തക്ക ജ്യൂസും പിന്നെ നോർമൽ വാട്ടറും. ഇതാണ് നോമ്പ് മുറിക്കാനുണ്ടായത്. അപ്പോൾ നമ്മൾ നോമ്പെല്ലാം മുറിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ചോറ് കഴിക്കാൻ പോവാന്ന്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് തിന്നാൻ പോവാന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.